പ്രേക്ഷകരെ, എൻ്റെ ഈ വീഡിയോ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന റബ്ബർ കർഷകരെ, എല്ലാ നല്ല ആൾക്കാർ, ഏവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കൂടിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഒരു വീഡിയോ ഇറക്കുന്നത്. പലരും നിങ്ങളുടെ വീഡിയോ ഒക്കെ നിർത്തിയതാണോ, ഈ സംരംഭം നിർത്തിയതാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ആശയം ഇതാണ്. ഞാൻ ഈ നീഡിൽ ടാപ്പിക്കും അതുപോലെ തന്നെ പുതിയ റബ്ബർ ഇനങ്ങൾ EB3, എൻ്റെ പുതിയ റബ്ബർ തോട്ടം, അതായത് റബ്ബർ മേഖലയിൽ എൻ്റെ ഗവേഷണം, അത് ഞാൻ മുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഒരു മരത്തിൻ്റെ സൈഡിൽ ഒരു മരത്തിൽ നിന്ന് 4 ഷീറ്റ് കിട്ടുന്നതെന്നും പറഞ്ഞ് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, 70 വർഷത്തോളം, ഏതാണ്ട് 3/4 നൂറ്റാണ്ടോളം ഉള്ള ഗവേഷണ ഫലങ്ങളാണ് ഞാൻ വിവരിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് ഞാൻ അത് എൻ്റെ തോന്നലുകൾ ഞാനങ്ങ് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോഴേത് ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഗവേഷകനാണെന്ന് സ്വയം അങ്ങ് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുകയല്ല. ഗവേഷണത്തിൻ്റെ രീതി ഇതാണ്. അത് ക്രമേണയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. നമുക്കറിയാമല്ലോ, ഈ എഡിസൺ വൈദ്യുതി കണ്ടുപിടിച്ച വേറെ ആളാണ്. എഡിസൺ ഈ ബൾബ് കണ്ടുപിടിച്ചു. അത് വലിയ സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബൾബിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഈ ഫിലമെൻ്റ്, അപ്പം അതിൻ്റെ അകത്ത് വായു ശൂന്യമാണ്. അതിൽ ഏത് ഫിലമെൻ്റ് വെച്ചാലും അങ്ങ് എരിഞ്ഞു പോവുകയാണ്. ബൾബ് ഓൺ ചെയ്ത് കഴിയുമ്പം കത്തിയ ഉടനെ എരിഞ്ഞു പോകുന്നു. അതിനെപ്പറ്റി ഒരു ഫിലമെൻ്റ് തപ്പി അതിന് പറയുന്നത് 1000 ഫിലമെൻറ്റുകൾ പുള്ളി ഇട്ട് പരീക്ഷിച്ച് നോക്കി. എല്ലാം 999 പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ ഏറ്റവും ഒടുവിൽ 1000ാമത് ടങ്ഷൻ എന്ന ആ ലോകം അല്ലെങ്കിൽ ലോക സംയുക്തത്തിൽ നിന്നാണ് ആ ഫിലമെൻ്റ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് അദ്ദേഹം കണ്ടെത്തുന്നത്. നോക്കണം എത്രമാത്രം അതിന് ഒരു ഫിലമെൻറ്റിന് വേണ്ടി ഒരു ചെറിയ നൂല് പോലുള്ള ഒരു എത്രമാത്രം കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു എന്നോർക്കണം. ഈ ഗവേഷണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു, ലോകത്തിനെ പ്രകാശിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം ആണ് അന്ന് ഈ ട്യൂബ് ലൈറ്റൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു. പിന്നീടുള്ള ആൾക്കാരാണ് ട്യൂബ് ലൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രകാശം കൂടുതലുണ്ട്, കുറച്ചുകൂടെ വൈദ്യുതിയുടെ വിനിമയം അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചിലവ് കുറവുണ്ട്. അതിനുശേഷം CLF അല്ലേ, CLF എന്ന് പറഞ്ഞൊരു പുതിയ മെത്തേഡ് ആവിഷ്കരിച്ചു. അതിനേക്കാൾ ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ്. വൈദ്യുതിയുടെ ഉപയോഗം വളരെ കുറവാണ്, അതേസമയം നല്ല പ്രകാശവുമാണ്. ഏറ്റവും ഒടുവിൽ ഇത് കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു അത് കണ്ടുപിടിച്ച ആ ഗവേഷകർക്ക് 3 പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. എന്താണ്? LED ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോഴത് നോക്കണം, എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതിൻ്റെ എത്ര വർഷം കഴിഞ്ഞ്, ഏതാണ്ട് 1 നൂറ്റാണ്ടോട് കഴിഞ്ഞാണ് ഈ LED ബൾബ് കണ്ടുപിടിക്കുന്നത്. അപ്പം ബൾബ് കണ്ടുപിടിച്ച് അന്നുള്ളവർ വിചാരിച്ചു അല്ലെ അദ്ദേഹം ഇതിന് ഏതാണ്ട് പൂർണ്ണയിലെത്തിയെന്ന്. പിന്നെയും ഗവേഷണം ഇങ്ങനെ നീണ്ടു വരുന്നത് ഇവിടെ കൊണ്ട് നിൽക്കുകയല്ലെന്ന കാര്യത്തിക്കോ. ഈ ഗവേഷണം എന്ന് പറയുന്നതും മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ ലോകത്തിൽ. അതിൻ്റെ പേരാണ് മാറ്റം. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഉയർന്ന് ശാസ്ത്രമായാലും എല്ലാം തന്നെ അതൊരു പുതു തത്വമാണ്. അപ്പോൾ ഇതെല്ലാം വിവരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നീഡിൽ ടാപ്പിങ്ങിൻ്റെ കാര്യവും ഇതാണ്.
ഞാൻ പിന്നെ EB സീരിയൽ എന്ന് പറഞ്ഞ പിന്നെ 5 ഇനം പുതിയ റബ്ബർ ഇനങ്ങൾ കണ്ടുപിടിച്ചു. EB സീരിയൽ 1, 2, EB1, EB2, EB3, EB4, EB5. ഈ തോട്ടം EB3 മാതൃകാ തോട്ടമാണ്. അപ്പം അതുപോലെ തന്നെ ടാപ്പിങ്ങിൻ്റെ കാര്യത്തിലും ടാപ്പിങ് സീരിയൽ പിന്നെ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റോറി ടാപ്പിങ് ഇതൊക്കെ ഞാൻ നേരത്തെ പിന്നെ വിവരിച്ചിട്ടുള്ളതാണ്. സ്റ്റോറി ടാപ്പിങ് നിലകൾ, സ്റ്റോറി എന്ന് പറയുന്നത് നിലകൾ. ഒരു നില ഇത് ഇവിടെ ഒരു പട്ട ഇടുകയാണ്, അത് 2ാമത്തെ നില, ഇത് 3ാമത്തെ നില, അങ്ങനെ സ്റ്റോറി ടാപ്പിങ്. മറ്റൊന്ന് റൗണ്ട് ടാപ്പിങ്. ഇത് റൗണ്ട് ടാപ്പിങ്. ഇപ്പം അതിന് ഈ കമത്തും അതിൻ്റെ ഇടയിലുള്ള പട്ടയൊന്നുമില്ല. റൗണ്ട് ടാപ്പിങ് 3ാമത്തത്. 4ാമത് UD ടാപ്പിങ്. അല്ല 3ാമത് UD ടാപ്പിങ്. ടാപ്പിങ്ങിന് അതേപ്പറ്റിയാണ് ഞാനിപ്പം പിന്നെ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. UDന് അപ്വേഡ് ആൻഡ് ഡൗൺവേഡ് ടാപ്പിംഗ് എന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ നാലാമത് നീഡിൽ ടാപ്പിങ്. നീഡിൽ ടാപ്പിങ്ങിൽ തന്നെ ഈ തോട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ് നിങ്ങളെ കാണിച്ചും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്നൊക്കെ കുറേയെല്ലാം മാറ്റത്തിലൂടെയാണ് ഇപ്പം പറയാൻ കുറേ കൂടെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ ഈ തുടക്കത്തിൽ പിന്നെ 3 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് തുടങ്ങി. അല്ല പിന്നെ അത് 2 മരത്തിൽ നിന്നൊരു ഷീറ്റ് ആയി. അപ്പോൾ ആദ്യം പിന്നെ 1 പട്ടയെ തുടങ്ങി, പിന്നെ 2 പട്ടയെ തുടങ്ങി, പിന്നെ 3 പട്ടയെ തുടങ്ങി, ഇന്നിപ്പോൾ 4 പട്ടയാണ്. ഇതിപ്പോൾ റൗണ്ട് ഇതിനാകുമ്പോൾ അടിപ്പട്ടയ്ക്ക് 2 പട്ട, കമത്തിന് 4 പട്ട. അപ്പം 4 പട്ടയാണ്. അപ്പോൾ ഓരോന്നും ചെയ്ത് നോക്കി നിരീക്ഷിച്ച് നോക്കി ഇതിന് എന്തെങ്കിലും പരാതി ഉണ്ടോ, റബ്ബറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, വളർച്ചയ്ക്ക് കുറവുണ്ടോ, ഇതൊക്കെയാണ് നിരീക്ഷണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിപ്പം അത് കൂടുതൽ പിന്നെ ഫലവത്താണെങ്കിലും വീണ്ടും നമ്മളെ പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ചെറിയ തോട്ടത്തിലെ ലോകത്തിലെ ഇത്രയും ഈ മിറക്കിൾലാൻഡെന്ന് പറഞ്ഞാൽ ഇവിടെ പല മിറക്കിളില്ല, അതിൽ ഒരു മിറക്കിളാണ് ഈ തോട്ടം തന്നെ. ഞാൻ അംഗീകരിക്കാൻ സഹായമാണ്. ആരെങ്കിലും കാണിച്ചു തരുമോ? പിന്നെ 100 മരത്തിൽ നിന്ന് 50 ഷീറ്റ് കിട്ടുന്ന ഒരു തോട്ടം കാണിച്ചു തരാമെന്ന് നിങ്ങൾക്ക് കഴിയുമോ? അതേസമയം അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 4ാം വർഷം ടാപ്പിങ് തുടങ്ങി, ഇപ്പോൾ 6ാം വർഷം, ഏതാണ്ട് 10 വർഷം ഒന്ന് കൂട്ടിക്കോ. നട്ട ശേഷം 10 അതിൻ്റെ ആയുസ് വളർത്തിയെന്ന് പറഞ്ഞപ്പോൾ 10 വർഷം വളർത്തിട്ടുള്ളൂ. നട്ടത് മുതൽ പ്ലാന്റ് ചെയ്തത് മുതൽ ഇന്ന് വരെ 10 വർഷമാണ്. അതിന് 100 മരത്തിൽ നിന്ന് 50 ഷീറ്റ് എന്ന് പറഞ്ഞാൽ 600 ഗ്രാം തൂക്കമുള്ള 50 ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? ആരെങ്കിലും കാണിച്ചത് ഞാൻ അംഗീകരിക്കാം, എൻ്റെ വാദം തെറ്റാണെന്ന് പറയാം. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തോട്ടം കാണിക്കാൻ നോക്കുമോ ഇതേപോലെ മാതിരി? അതുപോലെ ഇന്ത്യയിലുണ്ടോ? ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അപ്പം 2 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് റബ്ബർ കർഷകർ പിന്നെ വിലയില്ല എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? 100 മരം പോലെ ഒരു കുടുംബത്തിന് നന്നായിട്ട് ജീവിക്കാൻ തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്. അതിൻ്റെ കാര്യകാരണ സഹിതങ്ങളെല്ലാം ഞാൻ വിവരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതൊക്കെ പറഞ്ഞപ്പം എനിക്ക് സംശയമുണ്ട്, ഇത് വല്ലതും നടക്കുമോ അല്ലെങ്കിൽ തെറ്റാണോ? ഇപ്പം വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ? ഈ 100 മരമുള്ള ഈ തോട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 20 മരത്തോളം ഒരു മരത്തിൽ നിന്ന് 1 ഷീറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ 1.5 ഷീറ്റ് വരെ കിട്ടുന്ന മരങ്ങളുമുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സക്സസ് ആകുക, വിജയമാകുക എന്നതാണ് അത് വലിയ നേട്ടം. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ വസ്തുത ഇതാണ്. എൻ്റെ ഗവേഷണം ഏതാണ്ട് എന്നെ സംബന്ധിച്ചോടെ ഏതാണ്ട് പൂർത്തിയായി. ഞാൻ ഈ റബ്ബർ മേഖലയിലുള്ള ഗവേഷണം നിർത്തുന്നില്ല, ചുരുക്കുകയാണ്. ഇതിന് പണ്ടേ നിന്ന് പോകേണ്ടതാണ്. പലരുടെയും വിമർശനങ്ങൾ, പ്രത്യേകം റബ്ബർ ബോർഡിൽ നിന്നുള്ള നീഡിൽ ടാപ്പിങ്ങിനെതിരായിട്ട് ഇത്രമാത്രം കുപ്രചരങ്ങൾ നടത്തിയ ഒരു വിഷയമില്ല. ആരെങ്കിലാണെങ്കിലും നിന്ന് പോകുമായിരുന്നു. ഞാൻ ഇത്രയും ഏതാണ്ട് 10-30 ഈ റബ്ബറിനെ പറ്റി നീഡിൽ ടാപ്പിങ്ങിനെ പറ്റി ഏതാണ്ട് 10-35 വീഡിയോകളും ഇറക്കി കഴിഞ്ഞു. താനെ ഓടുന്ന വണ്ടി, പുതിയ പിന്നെ കണക്ശാസ്ത്രത്തിൽ പുതിയ കണ്ടെത്തലുകൾ എന്നൊക്കെ പറഞ്ഞ് 4-5 വീഡിയോ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ റബ്ബറിനെ പറ്റിയാണ്. അപ്പം ഇതെല്ലാം ഞാൻ ചെയ്തിട്ട്
എനിക്ക് പൊതുജനത്തിൽ നിന്ന് തൃപ്തികരമായൊരു നല്ല പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല. പ്രതികരണം ഉണ്ടായില്ലെന്ന് പറയുന്നില്ല. കുറേ എല്ലാ ആൾക്കാർക്ക് നേട്ടങ്ങളുണ്ടായി, വലിയ നേട്ടങ്ങളുണ്ടായി. എന്നിലൂടെ ഞാൻ മുഖാന്തരം ഒത്തിരിയേറെ ആൾക്കാർക്ക് നന്മ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈശ്വരന് ഞാൻ ആ കാര്യത്തിൽ നന്ദി പറയുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച് പറഞ്ഞതാണ്, മറ്റൊരാളാണ് ഒരു സാധാരണപ്പെട്ട ഒരാളാണ് നിർത്തിക്കളഞ്ഞാൽ. ഞാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ഇപ്പം ഇത് പൂർണ്ണതയിൽ എത്താൻ എന്നെക്കൊണ്ട് പറ്റിയാൽ ഇനിയും കുറച്ചുകൂടെ വികസിക്കാൻ കാണും. അത് മറ്റുള്ളവർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഈ വർഷം കൊണ്ട് ഏതാണ്ട് ഞാനിത് ഈ ഗവേഷണം ഏതാണ്ട് റബ്ബർ മേഖലയിലെ ഗവേഷണം പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല. എങ്കിൽ പോലും ഭാഗ്യമായിട്ട് ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇത്രയും താമസിച്ചതിൻ്റെ ഒരു കാരണം ഇതാണ്. ആ കാരണം പറഞ്ഞു പറയുകയാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പ്രത്യേകിച്ചും റബ്ബർ കർഷകരെ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത്രയും എന്നാ റബ്ബറിനം തന്നെ ഇത്രയും മെച്ചപ്പെട്ട ഒരു വെറൈറ്റി ലോകത്തിൽ വേറെ കിട്ടുമെന്ന് തോന്നില്ല. എത്രയോ വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഒടുവിൽ കണ്ടെത്തിയ ഒരു ഇനമാണ് EB3. അതുപോലെ EB1 മെച്ചപ്പെട്ടതിന് ഞാനതൊക്കെ പറ്റി മുമ്പാലെ സൂചിപ്പിച്ച കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്. എൻ്റെ ഗവേഷണ ഫലങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾക്ക് നന്മയുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം പേര് കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം എവിടുന്ന് കോഴിക്കോടിൻ്റെ അപ്പുറത്തു നിന്നാണ് എൻ്റെ തലശ്ശേരി ആ ഭാഗത്തു നിന്നാണ് 2 പേര് വന്നു. അതിലൊരാൾ ഇത് കണ്ടേച്ച് പുള്ളിയുടെ ആത്മസുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിദ്യയുണ്ട്, അതും കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി ഫോണിൽ ഈ നമ്മുടെ GSP miracle.com യൂട്യൂബിൽ അടിച്ചപ്പം അതെല്ലാം കിട്ടി, അതെല്ലാം പഠിച്ചു. അതിനുശേഷം 2 പേര് ഇവിടെ വന്നു. അപ്പോൾ അതിലൊരാളെ ഇങ്ങനെ കണ്ടെച്ച ഒരാൾ പറഞ്ഞ ഒരു വസ്തുതയാണ്, 1 വർഷം മുമ്പെങ്കിലും ജോർജ് ചേട്ടനെ വന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ സാമ്പത്തിക നില എത്രയോടെ ഭദ്രമായെന്ന്. പുള്ളി ഒരു കടക്കണിയിലൊക്കെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടില്ലേ അനുഭവപ്പെടുന്നൊരു മനുഷ്യൻ കൂടിയാണ്. അങ്ങനെ വളരെയേറെ പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് ഞാൻ അഹംഭവിക്കുകയല്ല. എങ്കിൽ പോലും റബ്ബർ കർഷകരോട് പറയാനുള്ളത്, ഈ വഴിയൊന്ന് പരിശീലിച്ച് നോക്കുക. നിങ്ങളെ ആദ്യമായിട്ട് ഈ 2 അതാണ് മലപ്പുറത്ത് നിന്ന് പറഞ്ഞ ഇന്നലെ തന്നെ ഒരു കക്ഷി വിളിച്ചു. പുള്ളി അദ്ദേഹം ഇത് നടത്താൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? പുള്ളി തന്നെ ഒരു 8-10 മരത്തിൽ ഇങ്ങനെ പ്രയോഗിച്ച് നോക്കി. സ്വല്പം സാമ്പത്തികമുള്ള പാർട്ടിയാണ്. ടാപ്പിംഗ് ഏരിയ അന്വേഷിച്ചിട്ട് ആരെയും തന്നെ കിട്ടുന്നില്ല. വന്ന് കണ്ടവരൊക്കെ 4 പൊട്ട വെട്ടുക, കുത്തുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. പുള്ളി പറഞ്ഞു, നാം 4 അനുഭവത്തിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ എന്നാ വെച്ചാൽ ഈ കുത്തുന്നത്? നിങ്ങൾ കത്തി മേടിച്ചോ? ബെറ്റുണ്ടോ? ഈ ബെറ്റുണ്ടോ? കത്തിയുണ്ടോ? അതൊന്നുമില്ല. അതെ. അപ്പം പറഞ്ഞിടത്തോളം പുള്ളി കുറേ പാലുകളിലുണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷേ വേണ്ടത്ര വിജയിച്ചതായിട്ട് പറയുന്നില്ല. അപ്പം ഞാൻ പറയുന്ന വസ്തുത ഇതാണ്, ഈ 2 സാധനമെങ്കിലും വേണം, ചാനൽ ബെൽറ്റും ഈ കത്തിയും. അദ്ദേഹം കുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതോ മനോ വെച്ച് കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമെങ്കിലും ഇല്ലാതെ ഇത് വിജയിപ്പിക്കാൻ പ്രയാസമാണ്. ഇപ്പം ഈ കത്തിയുടെ ഇതുകൊണ്ടില്ലേ, ഇതാണ് കത്തി. നമ്മൾ മുമ്പേ മിന്നാലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഞാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് അയച്ചു കൊടുക്കാറുണ്ട്. ഒരു കത്തിയും നിങ്ങൾ 10 മരത്തെ തുടങ്ങുന്നെങ്കിൽ 10 മരത്തിനുള്ള ബെൽറ്റ്, ഒരു 10 മരത്തിന് ഒരു ഒരു 20 ഇഞ്ച് മരത്തിനാണെങ്കിൽ, ഒരു പട്ടയ്ക്കാണെങ്കിൽ 10 ഇഞ്ച് നീളത്തിലുള്ള ഒരു ബെൽറ്റ് മതി. നിങ്ങൾ ഒരു പട്ട അതിന് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇതിനാണെങ്കിൽ ഒരു 40 ഇഞ്ച് മരത്തിനാണെങ്കിൽ 20 ഇഞ്ച് അര മീറ്റർ ബെൽറ്റ് മതി. 2 പട്ടയാണെങ്കിൽ 1 മീറ്റർ ഒന്ന് കൂട്ടിക്കുമോ?
അപ്പോൾ അത് സൗകര്യം പോലെ ചെയ്യുക. ആദ്യം നിങ്ങൾ ഒരു വട്ടയിൽ തുടങ്ങുക, പിന്നെ 2 വട്ടയിൽ കമത്തും മലത്തും തുടങ്ങാം. അങ്ങനെ വേണം 4 വട്ടയിലും ഏറ്റവും ഒടിയിൽ തുടങ്ങാം. അത് തുടങ്ങുന്നതിന് തുടക്കത്തിലൊരു 4 5 അല്ലെങ്കിൽ 5 10 പിന്നെ വെട്ടുവോ. ഞാൻ ഒന്ന് പറയട്ടെ, 1 വട്ട നീഡ് ടാപ്പിംഗ് ചെയ്യുക, 2 വട്ട നീഡ് ടാപ്പിംഗ് ചെയ്യുക, 3 വട്ട നീഡ് ടാപ്പിംഗ് ചെയ്യുക, 4 വട്ട ചെയ്യുക. അതായത് ഇതിന് ചുറ്റും എന്ന് പറയുന്നത് 2 വട്ടയാണ്, ഇതിന് ചുറ്റുവട്ടം എന്ന് പറയുന്നത് 2 വട്ടയാണ്. അപ്പോൾ 4 വട്ടയാണ്. 4 വട്ടം ചെയ്യാം. ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട മെത്തേഡെന്ന് പറയുന്നത് 4 വട്ടയാണ്. എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇത്രയും കാലത്തെ പരീക്ഷണങ്ങൾ ആദ്യമൊക്കെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയപ്പെടും ഇത് കേട്ടാൽ. 4 സ്ലോട്ടറിന് പോലും പിന്നെ അവസാന വർഷമാണ് 4 വട്ട 2 കമത്തും 2 മനസ്സുമായിട്ട് ഇടുന്നത്. അത് ഈ തേയ്മരത്തിലൊക്കെ 4 വട്ടം ഇട്ട് വെട്ടുക എന്ന് പറയുന്നത് പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പലർക്കും. അതുകൊണ്ട് തുടക്കത്തിൽ 1 വട്ടയിലാകാം, പിന്നെ 2 വട്ടയിലാകാം. അതിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു ഗവേഷകനാകുക. അങ്ങനെ നിങ്ങളത് എൻ്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട 4 വട്ടയാണ്. 4 വട്ടയാണ് മരത്തിനും നല്ലത്, നമുക്ക് ആ നിലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഞാൻ വന്നിട്ടിരിക്കുന്ന റിസൾട്ട് പരീക്ഷണ നിരീക്ഷണം എന്ന് പറയുന്ന ഇവിടെ 50 മരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ റബ്ബറിൻ്റെ വില 1000 രൂപ കിട്ടുന്നതിന് തുല്യമാണ്. അതായത് 10 മരത്തിന് ഒരു ഷീറ്റ് എന്നുള്ളൊരു പിന്നെ ആണ് നേരത്തെ മാതിരി 105ൻ്റെ പിന്നെ നല്ല കാലത്തൊക്കെ ഒരു കണക്ക് 10 മരത്തിന് ഒരു ഷീറ്റ്. അപ്പോഴേ 10 മരത്തിന് ഒരു ഷീറ്റാണെന്നൊരിക്കൽ പിന്നെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1 കിലോയ്ക്ക് 200 രൂപ അടുത്താണല്ലോ ഇപ്പോഴും നിൽക്കുന്നത്. 200 രൂപ 1 കിലോയ്ക്ക് 200 രൂപ. അത് ഇവിടെ 2 മരത്തിൻ്റെ ഷീറ്റാകുമ്പോൾ എത്രയാണ്? അപ്പോഴേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ 1 കിലോയുടെ 5 നിലവിൽ കിട്ടുന്നതിൻ്റെ 5 മടങ്ങ് ഉൽപ്പാദനം അതിൻ്റെ അർത്ഥം. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. 10 മരത്തിനൊരു ഷീറ്റ് 600 ഗ്രാമുള്ള ഒരു ഷീറ്റ്. അത് കണക്കൊക്കെ പഴയ കണക്കാണ്. 2 മരത്തിനൊരു ഷീറ്റാകുമ്പം 5 മടങ്ങ് ഉൽപ്പാദനം കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. 200ൻ്റെ 5 മടങ്ങ് അത്ര 1000 രൂപ. അപ്പം 1 കിലോ റബ്ബറിന് 1000 രൂപ ആകുന്നതിന് തുല്യമാണ്. ഉൽപ്പാദന ചെലവ് കൂടുന്നില്ല. ഉൽപ്പാദന ചെലവ് കൂടുന്നില്ലെന്ന് മാത്രമല്ല, ഉൽപ്പാദന ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. ഉൽപ്പാദനം 5 മടങ്ങായിട്ട് ഇരട്ടിക്കുന്നു. അപ്പോൾ 1 കിലോ റബ്ബറിന് 1000 രൂപ കിട്ടുന്നതിന് തുല്യമാണ്. നിങ്ങളിന്ന് ഇത് കേട്ടാൽ വിശ്വസിക്കുകയില്ല. നിങ്ങളിവിടെ വന്ന് കണ്ട് ബോധ്യപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. ഇയാൾ പറയുന്നത് വെറും തട്ടിപ്പാണ്, മനുഷ്യനെ വഞ്ചിക്കുകയാണോ, പൊട്ടം കളിപ്പിക്കുകയാണോ എന്നൊക്കെ ഉള്ള തോന്നൽ വരാം. അതുകൊണ്ട് ഈ മരത്തിനൊക്കെ ഒരു ഷീറ്റാണ് കിട്ടുന്നത്. ഇതിപ്പം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ ഈയുടെ വെട്ട് നടന്നില്ല ശരിക്കും, പിന്നെ ഫ്ലാഷിങ് ചെയ്യാതുകൊണ്ട്. അപ്പോൾ ഇത് എൻ്റെ തോട്ടത്തിൽ മാത്രമേ ഇതുള്ളൂ. ഞാനൊരു ഗവേഷണത്തോട്ടമായിട്ടൊരു തോട്ടം, ഒരു 600 മരം ഇവിടെ എരുമേലിൻ്റെ അടുത്ത് നന്ദിയത്തെ എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ കാണിച്ചു. അവിടെ പിന്നെ ഏതാണ്ട് അത് ഈ പറഞ്ഞതുപോലെ 40-45 വർഷം പ്രായമുള്ള മരങ്ങളാണ്. കൂടുതലും 105ആണ്. അവിടെ പിന്നെ 2 സൈഡും കമത്തും 2 മനസ്സുമായിട്ട് വെട്ടി സ്ലോട്ട് 1 വർഷം വെട്ടിയതാണ്. 2 വർഷമായിട്ട് വെട്ടാ കിടക്കുകയായിരുന്നു. അതേ ഇവിടെ വന്ന് നീഡ് ടാപ്പിംഗ് പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ നീഡ് ടാപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ അതിനുള്ള തൊഴിലാളികൾ കിട്ടാനില്ല. തന്നെ വിട്ട് ഞാൻ ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒടുവിൽ എന്നെ സമീപിച്ച് അദ്ദേഹം തന്നെ, ജോർജ് ചേട്ടൻ തന്നെ, സാറ് തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഞാനൊരു വ്യവസ്ഥ വെച്ചു. ഞാൻ പറഞ്ഞ വ്യവസ്ഥ ഇതാ, കിട്ടുന്നതിൻ്റെ ആദായത്തിൻ്റെ പകുതി അത് പിന്നെ ഒട്ടുപാലിൻ്റെ കാര്യത്തിലും പാലിൻ്റെ കാര്യത്തിലും പകുതി മുതലാളിക്ക് അല്ലെങ്കിൽ ഉടമയ്ക്ക്. 4 പങ്ക് 10-ൽ 4 പങ്ക് പങ്കാളിക്കെന്ന് പറഞ്ഞാൽ കൂലിക്കാരെന്ന് ഞാൻ പറയുന്നില്ല, ടാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പങ്കാളിക്ക്. 1 പങ്ക് എനിക്ക്. അത് 10-5 ഉടമയ്ക്ക്, 10-4 പിന്നെ തൊഴിലാളിക്ക്, 1 പങ്ക്
ഞാനിത് മാനേജ് ചെയ്യുന്ന ആടെ എനിക്ക് ആ പാട്ടമായിട്ട് തന്നിരിക്കുകയാണ്. ആ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നു. അതും വേണേൽ നിങ്ങൾക്ക് ഇവിടെ എരുമേലി വന്നാൽ കാണാൻ സാധിക്കും. 1 കിലോ റബ്ബറിന് 1500 രൂപ. ഏതാണ്ട് ഒരു മരത്തിന് 1 ഷീറ്റ് എന്ന പോലെ കിട്ടുന്നു. അത് ഞാൻ 1 ഷീറ്റ് എന്ന് പറഞ്ഞു, 1 ഷീറ്റ് 1 കിലോ ഇറങ്ങിയിട്ട് 1 കിലോ റബ്ബറിന് 2000 രൂപ ലഭിക്കുന്നതിന് തുല്യമാണ്. അത്രയും ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാ മരത്തിനും 1 ഷീറ്റ് കിട്ടണമെന്നില്ല. ചില മരത്തിന് 2 ഷീറ്റ്, ചില 3 ഷീറ്റ് കിട്ടുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ 1 കിലോ മരത്തിന് 7.5 മടങ്ങ് ഇപ്പം കിട്ടുന്നതിൻ്റെ ഒരു സാധാരണ ഒരു ചെറിയ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 7.5 മടങ്ങ് അവിടെ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കിലോ റബ്ബറിന് 1500 രൂപ. ഇവിടെ 1 കിലോ റബ്ബറിന് 1000 രൂപ. അപ്പം ഇതെല്ലാം ഒരു കൃത്യമായ ഒരു കണക്ക് പറയാൻ നോക്കിയാൽ അത് കൂടിയും കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് റബ്ബറിൻ്റെ വിവരം നമുക്കറിയാമല്ലോ. ചില അവസരത്തിൽ നന്നായിട്ട് പാല് കൂടും, സീസൺ അനുസരിച്ച് പാല് കൂടും. ചില അവസരത്തിൽ പാല് കൊണ്ടുവരുമ്പോഴത്തേക്ക് വേനൽക്കാലത്തൊക്കെ പാല് കുറയും. അപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ വരും. അപ്പം അതനുസരിച്ച് ഈ പറഞ്ഞ കണക്കിലും വേരിയേഷനൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം ഞാൻ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്, ഈ നീഡിൽ ടാപ്പിംഗ് എന്നുള്ള വിദ്യ അത്ര മഹത്തരമാണ്, അത്ര വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായിട്ട് വലിയ ഒരു ഉയർന്ന നിലയിലേക്ക് ഉയരാനുള്ള സാധ്യത കാണുന്നു. ഈ മരത്തിൽ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പശുവിന് നമ്മുടെ കാമധേനു പോലെ അത്രമാത്രം നമുക്ക് ആദായം തരുന്ന വൃക്ഷമാണ് ഈ റബ്ബർ എന്ന് പറയുന്നത്. നമ്മൾ കാണിക്കും, ഞാനും ആ മണ്ടത്തരം കാണിച്ചിരിക്കുന്ന കുറേ കാലം മുമ്പ് വരെയൊക്കെ പാലെടുക്കുകയല്ല. ഒരു മലത്തുവട്ട നിങ്ങളതല്ലേ ചെയ്യുന്നത്. ഒരു മലത്തുവട്ട മാത്രം വെട്ടിയാൽ ഒരു പശുവിൻ്റെ ഒരു മുല മാത്രം കറങ്ങുന്നതിന് തുല്യമാണ്. അപ്പം 4 പാലേ കിട്ടുകയുള്ളൂ. അപ്പം ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്രമത്തിന് കൂടുതൽ പാലുണ്ട്. അപ്പം 6 പാലേ കിട്ടുകയുള്ളൂ. ഇപ്പം താഴത്തെ പട്ടയ്ക്ക് 400 മില്ലി കിട്ടുന്നുണ്ടെങ്കിൽ ക്രമത്തിന് ഒരു പട്ടയ്ക്ക് 600 കിട്ടും. അപ്പം അര കൂടെ കാമത്തിന് പാൽ കിട്ടും. അത് എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ്. റബ്ബറിൽ ടാപ്പ് ചെയ്യുന്നവർക്കും നല്ല കർഷകർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ 5 മടങ്ങെന്ന് പറയുന്നത്. അത് 6 മടങ്ങ് വരെ ആകാം. പ്രത്യേകിച്ച് ഈ എത്തിപ്പോൻ്റെ പ്രയോഗം, ഉത്തേജനയുടെ പ്രയോഗം കൂടെ ആയി കഴിയുമ്പം നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ 5 മടങ്ങല്ല, അതിനേക്കാൾ വളരെ കൂടുതലായിട്ടും കിട്ടും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ റബ്ബറിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് അടുത്ത ചോദ്യം. ഒന്നും സംഭവിക്കില്ല. റബ്ബറിന് നല്ലതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ കറവ പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാൽ മുഴുവൻ കറന്നില്ലെങ്കിൽ പശുവിന് ദോഷമല്ലാതെ അത് പശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അകിട് വീക്കം ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പാല് കറന്നെടുത്തെങ്കിൽ പാലിൻ്റെ ഉൽപ്പാദനം നടക്കുകയില്ല. ഒരു ദിവസം രാവിലെ മുഴുവൻ പാലും കറന്നില്ലെങ്കിൽ പിറ്റേ ദിവസം 10 ലിറ്റർ പാൽ കിട്ടുന്നൊരു പശുവാണെന്ന് കരുതുക. 10 ലിറ്ററിന് പകരം 2 ലിറ്ററേ കറന്നോളൂ. പിറ്റേ ദിവസം കറക്കുമ്പോൾ 18 ലിറ്റർ കിട്ടുമോ? അപ്പം നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പാദനം അതനുസരിച്ച് ചുരുക്കും. അത് പ്രകൃതിയുടെ ഒരു സവിശേഷതയാണ്, പ്രകൃതി നിയമമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരത്തിൽ നിന്ന് പാലെടുത്തില്ലെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ ഉൽപ്പാദനം കുറയും. നമ്മൾ എത്ര വളം ചെയ്താലും അവിടെ ഉൽപ്പാദനം ക്രമീകരിക്കും. അല്ലെങ്കിൽ ഈ മരം എല്ലാം പൊട്ടിയൊലിച്ചൊലിച്ച് ഈ മരം തന്നെ നശിച്ചു പോകും. അപ്പോൾ പ്രകൃതി അതിനെ നിയന്ത്രിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പാലെടുക്കണം, ഒരു കുഴപ്പമില്ലോ. അതനുസരിച്ച് വളവും ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ട പരിരക്ഷയും കൊടുക്കണം. ഏതാണ്ട് കറവ പശുവിൻ്റെ അതേ രീതി തന്നെ എന്ന് പറഞ്ഞാൽ റബ്ബർ മരം കറവ പശു ആണെന്നല്ല പറയുന്നത്. ഒത്തിരി സാമ്യമുണ്ട്. ഇതിൻ്റെ പാല് വെളുത്തിരിക്കും, കറവ പശുവിൻ്റെ കിട്ടുന്ന പാല് വെളുത്തിരിക്കും. അതും ദ്രാവകമാണ്, ഇതും ദ്രാവകമാണ്. അങ്ങനെ ഒത്തിരി സാമ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. ആദ്യമായിട്ട് ഈ ഭയം ഒന്ന് മാറ്റണം. ഭയം ഒന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ മരങ്ങളുണ്ടെങ്കിൽ ഒരു 300 മരം ഉണ്ടെങ്കിൽ വേണ്ട, ഒരു ആദ്യമായിട്ട് ഒരു 10, 20, 25 അതൊക്കെ നിങ്ങളുടെ ധൈര്യം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യകാല ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാസർഗോഡ് നിന്നൊരു കർഷകൻ വന്ന കാര്യം പറഞ്ഞു. അന്നൊരു 8-10 വർഷം മുമ്പാണ്. അന്ന് ഞാൻ പറയുമായിരുന്നു, നിങ്ങളെ ഓടിച്ചെന്ന് എല്ലാവരും 300 മരം ഉണ്ട്, 300 മരം തുടങ്ങരുത്. ആദ്യം ഒരു 20, 25 അല്ലെങ്കിൽ 50
മരത്തിൽ നിന്ന് തുടങ്ങിയിട്ടേ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടേ നിങ്ങൾ നോക്കണം, ഈ പറയുന്നതിൽ വല്ല കഥയുണ്ടോ, പാല് കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച ശേഷം വിജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുടെ തുടങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കും വേണ്ടിയില്ല, മുമ്പേ പറഞ്ഞ് പൂർത്തിയാക്കാൻ ഇതില്ല. അപ്പം ഈ പാലക്കാട് പിന്നെ പാലക്കാടാണ് മറ്റോ ആ കർഷകൻ പറയുകയാണ്, കത്തിയില്ല വെട്ടുമില്ലാതെ പുള്ളി 10 മരം വെട്ടി വെച്ച് പറയുകയാണ് ഈ വീഡിയോ കണ്ടിട്ടേ വേണ്ടത്ര വിജയം നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ശരിയായില്ല, എന്നാലും പാലിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും നിങ്ങൾ ശ്രമിച്ചാലേ ഇത് വിജയിക്കണമെന്നില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനുള്ള ആയുധമില്ലാതെ, അതിന് തക്ക ആയുധമില്ലാതെ, ഉപകരണമില്ലാതെ ഏത് കാര്യങ്ങളാണ് ജയിക്കുന്നത്? ഒരു മരം വെട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഈ ടാപ്പിംഗ് കത്തി കൊണ്ട് മരം വെട്ടിയിടാനൊക്കെ അതിനൊന്നുകിൽ കോടാലിയോ വെട്ടുകത്തിയോ വേണം. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ആയുധം വേണം. അപ്പം ഇത് ഈ കുത്താനൊക്കെ ഉപയോഗിക്കുന്നത്, ഞാനതിന് വളരെ ഗവേഷണമൊക്കെ നടത്തി ഇങ്ങനെ പിന്നെ ഒരു ആയുധ ഉപകരണമാണ് ഇത്, ഈ നീഡിൽ ടാപ്പിംഗ് എന്ന് പറയുന്ന ഈ ടാപ്പിംഗ് കത്തി. പിന്നെ അപ്പോഴേ പറഞ്ഞു വന്ന വസ്തു ഇതാണ്, ഈ നിങ്ങൾ ഉപകരണമില്ലാതെ തുടങ്ങിയ ഈ ബെൽറ്റ്, അതുപോലെ ഈ ബെൽറ്റ് ഇത് കണ്ടില്ല പാല ഒഴുകി വന്നിരിക്കുന്നത്. ഇത് ഈ ബെൽറ്റ് വെച്ചിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാലം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് ഉള്ളെടുത്ത് വെട്ടാൻ തുടങ്ങും. ഉള്ളെടുത്ത് ടാപ്പ് ചെയ്തിട്ട് കുത്തിയാക്കിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതായത് പൊടിക്കുന്ന പരുവത്തിൽ എത്തുക, അല്ലെങ്കിൽ പിന്നെ പട്ടയുടെ പകുതി ഉള്ളിൽ നിർത്തിയിട്ട് പകുതി മാത്രം ചെത്തുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അങ്ങനെ ഇതെത്തി കുത്തിയാലേ പാല് കിട്ടുകയുള്ളൂ, മരത്തിന് നന്നായിരിക്കുകയുള്ളൂ, നമുക്കും പാലിൻ്റെ ഉൽപ്പാദന വർധന ഉണ്ടാകുകയുള്ളൂ എന്നോർക്കണം. അപ്പം ഈ ബെൽറ്റ് വേണം, ഈ കത്തി വേണം. നിങ്ങൾ 10 മരത്തിൽ പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് വേണം, എന്നാലേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്. ഇതിന് കൂടിയാൽ എത്രയാ? ഇതിൻ്റെ വില എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇതിൻ്റെ വില പറയുന്നത് മീറ്ററിന് 5 രൂപ. അപ്പോൾ മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് അളവ് കൂടിയിരിക്കും. പിന്നെ ഒരു 45 നിങ്ങൾ ഒരു പട്ടയ കൊടുക്കുന്നുണ്ടെങ്കിൽ 45 മരത്തിനാണെങ്കിൽ 1/2 മീറ്റർ മതി. ചുറ്റുപട്ടയാണെങ്കിൽ 1 മീറ്റർ വേണ്ടി വരും. 2 പിന്നെ മുൻകാനയ്ക്കും പിൻകാനയ്ക്കും ഉള്ളിൽ നിന്നാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ കിടക്കണമെന്നില്ല. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, ഈ തിരിഞ്ഞു പോകുന്ന പാല് ഒഴുകി ചിരട്ടയിലെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ വെട്ടിയ ശേഷം ചിരട്ട വെച്ചങ്ങ് പോകാം. അവിടെ പിന്നെ തൂത്തി വിടാനോ പാല് തിരിച്ചു വിടാനോ ഒന്നും പോകണ്ട. അതുപോലെ തന്നെ സാധാരണ കമത്ത് വിട്ടുന്നവർക്കും ഇത് സ്ലോട്ടർ വിട്ടുന്നവർക്കും ഇത് വളരെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, നിങ്ങൾ ഇത് രണ്ടും കൂടെ മേടിക്കണം. ഈ കത്തി ഏതായാലും വേണം, ബെൽറ്റ് വേണം. ബെൽറ്റിന് നിങ്ങൾ എത്ര മരം ഉപയോഗിക്കുന്നു അതനുസരിച്ചുള്ള ബെൽറ്റ് വേണം. അത് പണം അടച്ചു കഴിഞ്ഞാൽ കൊറിയറിൽ ഞാൻ പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ കൂടിയാൽ ഒരു 1000 രൂപയോ 1000 രൂപ മിച്ചേ ആകുന്നുള്ളൂ. പിന്നെ ബെൽറ്റ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലാവും, അല്ലെങ്കിൽ 750 ബെൽറ്റിൻ്റെ പൈസയും കൂടെ പിന്നെ കൊറിയർ ചാർജും കൂടെ ആകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഈ മണ്ടൻ പലർക്കും എന്നെ മണ്ടനായിട്ടാണ് കാണുന്നത്. ഇവൻ എന്തെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നത്, മനുഷ്യനെ ചുറ്റിക്കാനും വേണ്ടിക്കാനും ഈ വലിയ പഠിത്തമുള്ള സയൻറ്റിസ്റ്റുകൾ, റബ്ബർ ബോർഡ് ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ എന്നാ പൂട്ടറിയാം എന്നൊക്കെയാണ് ഇതിൻ്റെ ഓരോ കമൻ്റൊക്കെ കേൾക്കുമ്പം. ഞാൻ അധികം കമൻ്റൊന്നും കാണാറില്ല. ഓരോരുത്തരൊക്കെ പറഞ്ഞില്ലെങ്കിലും കമൻറ്റ് ചെയ്തില്ലെങ്കിലും പലരുടെയും ചിന്താഗതി ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടാനൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ റബ്ബർ കർഷകരും ഞാൻ ശപിക്കൊന്നും അല്ല ചെയ്യുന്നത്, മുടിഞ്ഞു പോകും. ഇവിടെ ഈ രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയല്ല. ഞാനൊരു റബ്ബർ കർഷകനാണ്. നമ്മൾ സ്വയം രക്ഷപ്പെടണം. അതിന് നിങ്ങൾക്കായിട്ട് ഞാനൊരു വഴി വെട്ടി തന്നതാണ്. എൻ്റെ ഈ നീഡിൽ ടാപ്പ്, UD ടാപ്പിങ്, അങ്ങനെ ടാപ്പിങ്ങിൻ്റെ ഒരു സീരിയൽ, പിന്നെ എൻ്റെ പുതിയ റബ്ബർ ഇനങ്ങൾ, അതിലേറ്റവും മെച്ചപ്പെട്ടതായിട്ട് ഞാനിപ്പം കാണുന്നത് EB3 ആണ്. 4-ാം വർഷം ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് പിന്നെ 10 വർഷം പ്രായമായപ്പം ഇത് 2 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ നീഡിൽ ടാപ്പിങ് ചെയ്യുന്നില്ല, സാധാരണ ടാപ്പിങ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു ഒരു പകുതി ചുറ്റുകൾ ഒരു വട്ട ചെയ്യാൻ പോലും അതിന് പോലും 4 മരത്തിൽ നിന്ന് അല്ലെങ്കിൽ 3 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് കിട്ടും. ഇപ്പോഴും 105-ന് എത്ര കിട്ടുന്നത്? 10 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ്.
ഇവിടെ 4 മരത്തിൽ തന്നെ ഒരു ഷീറ്റ് കിട്ടും. അപ്പം നിങ്ങളെല്ലാം പോയി ഞങ്ങൾ നേടി ടാപ്പിംഗ് ചെയ്യുന്നില്ല, സാധാരണ ടാപ്പിംഗ് എങ്കിൽ പോലും 105-ൻ്റെ ഇരട്ടിയല്ല, അതിൽ കൂടുതൽ പാല് ലഭിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്, നിങ്ങളെ ഈ പുതുവഴി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഒരു ടാപ്പിംഗ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ നന്ദിയ തോട്ടത്തിലെ എരുമേലിക്കടുത്തുള്ള ഈ തോട്ടത്തിലെ ഒരു കർഷകന് 2000 രൂപ വെച്ച് ഒരു ദിവസം കിട്ടുന്ന പങ്കാളിയുണ്ട്, അല്ലെ കർഷകൻ തൊഴിലാളി ടാപ്പ് ചെയ്യുന്ന ആളുണ്ട്. ഒരു കർഷകന് 2000 രൂപ. ഇപ്പോഴത്തെ ടാപ്പിംഗ് വില എത്ര? ഒരു 300 മരം വെട്ടിയാൽ എത്ര? 600 രൂപ, 2 രൂപ വെച്ച്. ഇത് 50 മരം വെട്ടിയാൽ 2000 രൂപ. നിങ്ങൾ വിശ്വസിക്കുകയില്ല, വന്ന് കണ്ട് ബോധ്യപ്പെടുക. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, സഹകരിക്കുന്ന ആളാണ്. ചിലപ്പം ഇതൊക്കെ കൂടുതലാണ്, ഇതൊക്കെ ആണ് ഈ പിന്നെ ടൂറിസം എന്നൊക്കെ പറയുന്നത്. ടൂറിസത്തിലൂടെ നമ്മൾ ആദായം വർദ്ധിപ്പിക്കുക, നമ്മുടെ ജീവിതമാർഗം കണ്ടെത്തുക, നല്ല മാർഗം കണ്ടെത്തുക എന്നൊക്കെയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന വട്ടം ഞാൻ അയച്ചു തരുന്നതാണ്. ഈ നൈഫും സൂചിക്കത്തി ഈ ബെറ്റിനും നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളെ എന്നിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും വേണ്ട പോലെ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കും. അല്ലെങ്കിൽ അതിന് സംശയമുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് ബോധ്യപ്പെടുക. അല്ലെങ്കിൽ നന്ദിയ തോട്ടത്തിൽ വന്ന് നോക്കുക. വേറെ പല തോട്ടങ്ങളും ഇപ്പം കേരളത്തിലെ പല തോട്ടങ്ങളും ചിലപ്പം കർണാടകയിൽ വരെ നേടി ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ സമയം ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ യു ഡി ടാപ്പിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യു ഡി ടാപ്പിങ്ങിനെ നേരത്തെ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. താനേ ഓടുന്ന വണ്ടി ഊർജ്ജം ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു ഉണ്ട്. ആ വണ്ടിയുടെ അവതാരകൻ തന്നെ അതിൻ്റെ പകുതിയോളം സമയത്ത് അതിൻ്റെ അവതാരകൻ തന്നെ ഒരു സിനിമാ നടനാണ്, അതായത് ശ്രീരാമൻ. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ അത് താനേ ഓടുന്ന വണ്ടി ഓടുമെന്നൊന്ന് ആദ്യമായിട്ടൊന്ന് അത് കണ്ടാലൊന്നും കുറേ എല്ലാം പറ്റും. ആ വണ്ടിയെ കയറിയിരുന്നേ നമുക്ക് കർഷകർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച വടക്കേ മുരളീധരൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അദ്ദേഹം കയറിയിരുന്ന് ഓടുന്നത് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ അവിടെ വന്ന് ഈ വണ്ടിയെ കണ്ടതും കേട്ട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടുകാർ അധികം ഇല്ലെന്ന് ഉള്ളത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ വസ്തുത ഇതാണ്. ആ വീഡിയോയിൽ ഈ യു ഡി ടാപ്പിങ്ങിനെ പറ്റി വിവരിക്കുന്നുണ്ട്, വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരീക്ഷണമല്ലേ കുറേ കൂടെ ഞാൻ വികസിപ്പിച്ചിട്ടുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതനുസരിച്ച് യു ഡി ടാപ്പിങ്ങിനെ കൂടെ ഒന്നുകൂടെ അവതരിപ്പിക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ. ഇപ്പം ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാ നല്ല ആൾക്കാർക്കും, നല്ല സ്നേഹിതർക്കും എൻ്റെ നന്ദിപൂർവ്വം എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.